അജിത് പവാർ ഇപ്പോൾ AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് അനുശോചിക്കുകയാണ്. ഏതായാലും അതൊന്നും എൻ്റെ പരിഗണനയിൽ വരുന്നില്ല. എൻ്റെ ഒരു സഹോദരൻ്റെ നിര്യാണം പോലെയുള്ള വേദനയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ദുരന്തത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോട് അനുയായി വർഗത്തോട് ഞങ്ങളുടെ കേരള ഘടകം NCPയുടെ അനുശോചനം രേഖപ്പെടുത്താനും സംതൃപ്ത കുടുംബങ്ങൾക്ക് വളരെ വേഗം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. NCP നേതാവ് മന്ത്രി AK ശശീന്ദ്രനാണ് ഇപ്പോൾ അനുശോചനം അറിയിച്ചത്. വൈകാരികമായാണ് അദ്ദേഹം സംസാരിച്ചത്. വിമാനാപകടത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ ബാരാമതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഡൽഹിയിലായിരുന്നു. ഇപ്പോൾ അതോടൊപ്പം തന്നെ NCP നേതാവും അതോടൊപ്പം അജിത് പവാറിന്റെ ബന്ധു ശരത് പവാറിന്റെ മകൾ കൂടിയായിട്ടുള്ള സുപ്രിയ സുലെ ഉൾപ്പെടെ ബാരാമതിയിലേക്ക് അപകട സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പ്രൈവറ്റ് ജെറ്റായിരുന്നു എന്നതാണ് വിവരം. അതായത് എല്ലാൻഡസ് ഏവിയേഷൻ പ്രൈവറ്റ് ബിസിനസ് ക്ലാസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിൽ ഉള്ള ജെറ്റ് വിമാനം ആണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ലിയർ ജെറ്റ് 45XR എന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനം ആണ് അപകടത്തിൽപ്പെട്ടത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള നിരവധി നേതാക്കൾ ഉൾപ്പെടെ ഇത്തരം യാത്രകൾക്ക്, സ്വകാര്യ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വിമാനം കൂടിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഉൾപ്പെടെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ NCP നേതാവ് കൂടിയായിട്ടുള്ള ജോസ്മോൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസ്മോൻ, ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരായിരുന്നു. അദ്ദേഹം പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് അജിത് പവാർ. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അധികാരത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വിയോഗം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അജിത് പവാർ ഫാമിലിയിലെ ഏറ്റവും കരുത്തനായ ജനകീയനായ നേതാവ് ഒരാളായി മാറിയിരുന്നു. കോൺഗ്രസിൽ പവാർജിയോടൊപ്പം പ്രവർത്തിക്കുകയും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ വളരെ ഉന്നതമായ അദ്വിതീയമായ ഒരു സ്ഥാനം അദ്ദേഹം കരസ്ഥമാക്കി. ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് പൂനെയിലൊക്കെ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ രാത്രി എത്ര വൈകിയാലും ഒരു 11 മണി 12 മണി കാണുമ്പോഴും ഒരു 2 മണി വരെ അദ്ദേഹത്തെ കാണാൻ മാത്രമുള്ള ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് ജനങ്ങൾ ഏതാണ്ട് മണിക്കൂറുകളോളം ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഒരു ക്ഷീണവുമില്ലാതെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകളോട് വളരെ പരുഷമായി സംസാരിക്കാൻ ഇടപെടുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വരുന്ന ആളുകളുടെ അടുത്ത് ഒരു നോ പറയാതെ ആളുകളെ കൃത്യമായി സഹായിക്കുന്നതിന് ഏതറ്റം വരെ, കൂടെ നിൽക്കുന്നവരെ സഹായിക്കുക, ഏതറ്റം വരെയും പോകാൻ മനസ്സുള്ള ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാധാരണ ശരീരഭാഷയും പെരുമാറ്റ രീതിയും ഒരു ജനകീയ നേതാവിന് ഒട്ടും ചേർന്നതായിരുന്നില്ല. പക്ഷേ ആളുകൾ അദ്ദേഹത്തോടൊപ്പം എല്ലാ കാലവും നിലനിന്നിരുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവായി, ജനകീയ നേതാവായി അദ്ദേഹം ഉയർന്നു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ആകസ്മികമായ നിര്യാണം തീർച്ചയായും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം അദ്ദേഹം ഒരു വലിയ ജനകീയ നേതാവായിരുന്നു നമുക്ക് നോക്കേണ്ടതുണ്ട്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയമായി ഒട്ടേറെ ചർച്ചകൾ, NCPയിലെ തന്നെ ഭിന്നത എന്നൊക്കെ പറയുമ്പോൾ പോലും ബാരാമതിയിൽ ആണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നതുകൂടിയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ പവാർ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമാണല്ലോ. പറയൂ. അദ്ദേഹത്തിന്റെ കർമ്മരംഗമായിരുന്നു ബാരാമതി. ബാരാമതിയിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും 1,00,000-ലേറെ വോട്ടുകൾക്ക് NCP ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോഴും കോൺഗ്രസുമായി അലയൻസ് ഇല്ലാതെ, സഖ്യമില്ലാതെ മത്സരിക്കുമ്പോൾ പോലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന ഒരാളായിരുന്നു. ആ പ്രദേശത്തെ ബാരാമതി മാത്രമല്ല, പൂന, മഹാരാഷ്ട്രയിലെ ആ ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം, അദ്ദേഹത്തിന്റെ പേരിനൊക്കെ ഒരു പര്യായമായി മാറിയിരുന്നു പൂനെയും പരിസര പ്രദേശങ്ങൾ ഒരു കാലഘട്ടത്തിൽ. വളരെയധികം നന്ദി ജോസ്മോൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇന്നലെ മുംബൈയിൽ ആയിരുന്നു ക്യാബിനറ്റ് യോഗം നടന്നത്. അതിനുശേഷം ആ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ആണ് ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ബാരാമതിയിലേക്ക് പുറപ്പെട്ടത് എന്നതാണ്. രാവിലെ 8:45 കൂടിയാണ് അപകടമുണ്ടായത് എന്നാണ് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ മരണപ്പെട്ടവരിൽ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ ഉൾപ്പെടെ ഉണ്ട് എന്നതാണ്. അതായത് പ്രൈവറ്റ് ജെറ്റാണ് അപകടത്തിൽപ്പെട്ടത്. ജെറ്റിൻ്റെ പൈലറ്റ്, അതോടൊപ്പം തന്നെ അംഗരക്ഷകർ ഉൾപ്പെടെയുള്ള
യാത്രക്കാർ എല്ലാവരും മരണപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബാരാമുള്ളയിലെ വിമാനത്താവളം, അതങ്ങനെ ഒരു പ്രൊഫഷണൽ വിമാനത്താവളമല്ല, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളമല്ല, മറിച്ച് ഇത്തരം സ്വകാര്യ അല്ലെങ്കിൽ പ്രൈവറ്റ് ജെറ്റുകൾ അടക്കം ഇറങ്ങുന്ന ഒരിടം എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. കാരണം വിമാന അപകടം നടന്നത് ലാൻഡിങ്ങിനിടെ എന്ന് പറയുമ്പോൾ പോലും ഈ ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്താണോ ലാൻഡിംഗ് സംഭവിച്ചിട്ടുള്ളത്, മറ്റേതെങ്കിലും അടിയന്തര കാരണങ്ങളെ തുടർന്ന് ലാൻഡിംഗ് ഉണ്ടാവുകയാണോ ചെയ്തത്, അതല്ല എങ്കിൽ ഈ പ്രൈവറ്റ് ജെറ്റിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടോ, ആശയവിനിമയ സംവിധാനങ്ങളിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ, ഇതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളുടെ തുടക്കത്തിൽ കാണാൻ സാധിച്ചിരുന്നത് ഒരു വിജനമായ ഭൂപ്രദേശമാണ്. വിമാനത്താവളങ്ങൾ പൊതുവെ അങ്ങനെയാണ് എങ്കിൽ പോലും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകേണ്ട പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇവിടെ വളരെ കുറച്ച് ആളുകളായിരുന്നു ഈ അപകട സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ അഗ്നിരക്ഷാസേന വിഭാഗങ്ങളോ ഒക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റാത്തൊരു ഭൂപ്രദേശമെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അവിടെ അഭിലാഷ് വീണ്ടും ചേരുന്നുണ്ട്. അഭിലാഷ്, ഇതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? കാരണം ലാൻഡിങ്ങിനിടെ അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാമല്ലോ, അതങ്ങനെ ഒരു വിമാനത്താവളം അതിനോട് അടുത്തായിരുന്നോ, അല്ലെങ്കിൽ ഇത് അടിയന്തരമായി ഇറക്കുകയായിരുന്നോ, താൽക്കാലികമായി ഒരുക്കിയ വിമാനത്താവളം അല്ലെങ്കിൽ ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ഇടമായിരുന്നോ, അതിൽ വ്യക്തത വരുന്നുണ്ടോ അഭിലാഷ്? അഭിലാഷ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബാരാമതിയിലെ വിമാനത്താവളത്തിന് അടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിമാനത്താവളത്തിൽ അത് സ്ഥിരമായി സാധാരണ വിമാനങ്ങൾ ഇറങ്ങുന്നതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അടിയന്തരമായി പ്രൈവറ്റ് ജെറ്റൊക്കെ വരുമ്പോൾ ഇറക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും വിമാനം അത് ലിയർ ജെറ്റ് 45XR എന്ന് പറയുന്ന ഒരു അത്യാഡംബരമായിട്ടുള്ളൊരു വിമാനമാണ്. 8 മുതൽ 9 പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ് അതുള്ളത്. ഹൈ പെർഫോമൻസ് ആണ്. അത് വളരെ 2000 നോട്ടിക്കൽ മൈൽ വരെ ഒറ്റ സ്ട്രെച്ചിൽ പറക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ്. അത് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രയും സാങ്കേതിക സംവിധാനങ്ങളുള്ള ഒരു വിമാനം അതെങ്ങനെ ഇത്തരത്തിൽ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട് തകർന്നു വീണു എന്നുള്ള കാര്യത്തിൽ DGCA അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 9 പേർക്ക് വരെ സഞ്ചരിക്കാവുന്ന വിമാനം, അതിൽ 6 പേരാണ്, അജിത് പവാർ ഉൾപ്പെടെ 6 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലാൻഡിങ്ങിനിടെ, അതായത് ബാരാമതിയിലെ വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചെങ്കിലും, അജിത് പവാറിനെയും ഒപ്പമുണ്ടായിരുന്ന 5 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള അതിദാരുണമായ വാർത്ത പുറത്തു വരുന്നു. ഇതിൻ്റെ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുന്നതോടുകൂടിയായിരിക്കും നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, വിമാനത്തിനുണ്ടായ പിഴവ് എന്താണ് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം. അജിത് പവാർ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു വിമാനാപകടത്തിൽ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിയിൽ ഇതിനോടകം തന്നെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞു. NCP നേതാക്കളായിട്ടുള്ള, കേരളത്തിലെ NCP നേതാക്കളായിട്ടുള്ള ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ സഹോദര തുല്യനായിട്ടുള്ള നേതാവായിരുന്നു അജിത് പവാർ എന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ തന്നെ പുറത്തുവരും. എന്തായാലും DGCയുടെ ഭാഗത്തു നിന്നുള്ളൊരു അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രാഥമിക നിഗമന പ്രകാരമാണ് ഇത്തരത്തിൽ വിമാനത്തിൻ്റെ ലാൻഡിങ്ങിലുണ്ടായ പിഴവാണെന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.